മാതാപിതാക്കളോട് പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ചില മാതാപിതാക്കളെ വധിക്കുന്ന അവസ്ഥ, ഇല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് എടുത്തെടുത്ത് പറയാൻ, ഒരു മുസ്ലിമാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുതെന്ന് റബ്ബ് പറഞ്ഞ ശേഷം അടുത്ത റബ്ബ് പറയുന്നത് ലുഹാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുപ്പിച്ച് തന്നെയാണ് റബ്ബ് പറയുന്നത്. അത് ഏറ്റവും വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നു. കാരണം മാതാപിതാക്കളോടുള്ള കടമകൾ അറിയാതെ ജീവിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നന്മയായി കാണുന്നു. പിന്നെയോ ഇസ്ലാമിന്റെ നന്മകൾ അനേകമായിരമാണ്. അടുത്തതോ ഇസ്ലാമിന്റെ നന്മകൾ പെട്ടതാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് കാരുണ്യമായി കൊണ്ട് നിങ്ങൾ പെരുമാറണമെന്നത്. ആ ഒരു പ്രത്യേകതയാണ് യത്തീമായ, അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. അത് ഇസ്ലാമിന്റെ നന്മകളിൽ പെട്ടതാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറയെ ഭക്ഷണം കഴിക്കരുതെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പറയപ്പെടുന്ന ഒരു ഇസ്ലാമിന്റെ നന്മകളിൽ, ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈമാനികമായ വിശ്വാസങ്ങളിൽ ഏറ്റവും താഴ്ന്ന ദർജയായിക്കൊണ്ട് ഇസ്ലാം കൽപ്പിക്കുന്നു തടസ്സങ്ങൾ നീക്കാൻ. അതായത് വഴിയിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അത് കൽപ്പിക്കപ്പെട്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റോഡ് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളോ റാലി